സുഹൃത്തുക്കളെ, നാട്ടുവൈദ്യൻ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചില ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയറ് വീർത്തതിന് ശേഷം അതിൽ നിറയെ വെള്ളം നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതിനെ ജലോദരം അല്ലെങ്കിൽ അസൈറ്റിസ് എന്നാണ് പറയുന്നത്. ഈ ജലോദരം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗമാണ്. ഇത് വന്നവർക്ക് പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് വയറ്റിലെ വെള്ളം നീക്കേണ്ട ആവശ്യം വരും. ഇതിന് ഓപ്പറേഷൻ അല്ലാതെ മറ്റ് യാതൊരു മാർഗങ്ങളുമില്ല. വയറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നീക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോകണം. എങ്കിലും വയറ്റിൽ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ വെളിയിൽ വരാം? നാട്ടുവൈദ്യത്തിൽ ഇതിന് എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്നുള്ള സംശയങ്ങൾക്കാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നാട്ടുവൈദ്യത്തിന് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ മരുന്ന് കടുകുരോഹിണി എന്ന മരുന്നാണ്. ഇത് 50 ഗ്രാം എടുക്കണം. നമ്മൾക്ക് പച്ചമരുന്ന് വിൽക്കുന്ന കടയിലെല്ലാം പോയി കഴിഞ്ഞാൽ കടുകുരോഹിണി വാങ്ങിക്കാൻ കിട്ടും. ഈ കടുകുരോഹിണി 50 ഗ്രാം എടുത്തതിന് ശേഷം 200 ml വെള്ളത്തിൽ ഇതിനെ കഷായം വയ്ക്കണം. കഷായം വയ്ക്കുന്ന സമയത്ത് എപ്പോഴും മൺചട്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കാം. ഒരിക്കലും അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കരുത്. മൺപാത്രമാണ് ഏറ്റവും നല്ലത്. അടുപ്പിലാണെങ്കിൽ കുറച്ചുകൂടി ഗുണമായി. 200 ml വെള്ളത്തിൽ 200 മില്ലി ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം കടുകുരോഹിണി ഇട്ട് അതിനെ തിളപ്പിച്ച് ചെറുതീയിൽ തിളപ്പിച്ച് 4/1 വറ്റിക്കണം. അതായത് 50 ഗ്രാം ആക്കണം. ആക്കിയതിന് ശേഷം അതിനെ വെറും വയറ്റിൽ നമ്മൾ രാവിലെ ദിവസവും അതിനെ കുടിക്കണം. കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ജലോദരത്തിൻ്റെ വളരെ വലിയൊരു മാറ്റം കാണാൻ സാധിക്കും. ഒരു 21 ദിവസമെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ജലോദരം അല്ലെങ്കിൽ സ്പ്ലീൻ അസൈറ്റിസ് എന്ന് പറയുന്ന ഈ ജലോദരം അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറുന്നതായിട്ട് കാണും. അത് വളരെ കമ്മിയായി വരുന്നതായിട്ട് കാണും. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. പണ്ട് കാലത്ത് വളരെ രഹസ്യമായിട്ട് ആൾക്കാർ ചെയ്യുന്ന കഷായം അതാണ് ഈ സാധനം. ഈ രീതിയിൽ നിങ്ങൾ അവരെ ചികിത്സിക്കുകയാണെങ്കിൽ ഈ ജലോദരം വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. ഇവരുടെ ഈ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ മലബന്ധം അതേപോലത്തുള്ള കാര്യങ്ങളാണ്. പ്രകൃതി ചികിത്സ, സിദ്ധ, യുനാനി, ആയുർവേദ ഇവയിലെ എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നല്ല ചികിത്സയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മലബന്ധം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഇതാണ് ജലോദരത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചികിത്സ. ഇതൊരു 21 ദിവസമെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം ഈ രോഗി മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം ശുദ്ധമായിട്ടുള്ള സസ്യാഹാരത്തിലേക്ക് മടങ്ങണം. ഇടയ്ക്കിടയ്ക്ക് ചില ഫാസ്റ്റിങ്ങും അങ്ങനത്തുള്ള കാര്യങ്ങൾ, ഉപവാസം തുടങ്ങിയവയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ രോഗിക്ക് ഈ ജലോദരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മുക്തി ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.